ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിരുസുന്നത്ത് ജമാഅത്തിന്റെ രോഗജാലകം, സുന്നി ഗ്ലോബൽ വോയിസ് എന്നും മുസൽമാന്റെ നെഞ്ചകം. അസ്സലാമു അലൈക്കും ഉസ്താദേ, നമ്മള് ഫിത്ർ സക്കാത്ത് അറബി കൊടുക്കണെന്നാല് അതുകൊണ്ട് വീടുവോ? അറബി പറയണ എന്റെ ഫിത്ർ സക്കാത്ത് ഞാൻ കൊടുത്തേക്കണ്. കേൾക്കുന്നില്ല? ഹലോ, ഫിത്ർ സക്കാത്ത് അറബി കൊടുത്താൽ അത് വീടുവോ? നമ്മൾ തന്നെ കൊടുക്കണോ? ഒരു ചോദ്യം. പിന്നെ ഇവിടൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞ് നോക്കുമ്പോൾ വ്യാപകമായിട്ട് പൈസ കൊടുക്കണ ഒരു പരിപാടി. ഉസ്താദിന് പൈസ ശരിയാവുന്നതാണ്. ഈ പൈസ കൊടുക്കണ്ടെന്ന് മാത്രമല്ല, അവനാ കൊടുക്കണില്ല. ഇവർ ഫോൺ വിളിച്ചിട്ട് പറയാം എന്റെ ഫിത്ർ സക്കാത്ത് കൊടുത്താളാന്ന് ഫോൺ വിളിച്ചിട്ട് പറയാം. എന്നിട്ട് അത് 20 രൂപ അവന്റെ അടുത്ത് നിന്ന് വാങ്ങുക. അതോ ഇവിടെ ഫിത്ർ സക്കാത്ത് ആർക്കെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് വാങ്ങണവർ പറഞ്ഞ എനിക്ക് പൈസ മതി, അരി വേണ്ട, എന്നിട്ട് വരെന്താ ചെയ്യുക, ഫോൺ വിളിച്ചിട്ട് പറയാം എന്റെ ഫിത്ർ സക്കാത്ത് കൊടുത്താളാ. അതിനെ കുറിച്ച് എന്ത് പറയുന്നു? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ധാന്യമായിട്ടാവുന്നു. പണമായിട്ട് ഫിത്ർ സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വീടുന്നതല്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും കഴിഞ്ഞുപോയ സലഫ് സാലിഹീങ്ങളും ഒക്കെ കാണിച്ചു തന്ന നടപടിയും ചര്യയും അതായതുകൊണ്ട് ഷാഫി ഇമാം റളിയല്ലാഹു തആല പറഞ്ഞത് നാണയമായിട്ട് സക്കാത്ത് ഫിത്ർ സക്കാത്ത് കൊടുത്താൽ മതിയാവുകയില്ല, ഭക്ഷ്യധാന്യമായി തന്നെ, മുഖ്യ ആഹാരമായി ഉപയോഗിക്കപ്പെടുന്ന ഭക്ഷ്യധാന്യമായി തന്നെ കൊടുക്കണം എന്ന് സൗദി അറേബ്യയുടെ ചീഫ് മുഫ്തിയായിരുന്ന ഇപ്പോൾ വഫാത്തായി പോയ ബിൻ ബാസ്, അദ്ദേഹം സുന്നിയൊന്നുമല്ല, അയാൾ നല്ല 1-ാം നമ്പർ സൽഫിയ. അദ്ദേഹവും പറയുന്നത് ധാന്യമായി തന്നെ കൊടുക്കണം, ഇല്ലെങ്കിൽ സക്കാത്ത് വീടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്ത് ഖുലഫാഉർ റാഷിദുകളുടെയും ഒക്കെ ഭരണകാലങ്ങളിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഇന്നത്തേതിലേറെ പണത്തിന് ആവശ്യമുള്ള സാഹചര്യമായിരുന്നു. അന്ന് നാട്ടിലാണെങ്കിൽ ദീനാർ എന്നെയും ദിർഹം എന്നെയും 2 തരത്തിലുള്ള നാണയം വ്യാപകമായി നിലവിലും ഉണ്ടായിരുന്നു. എന്നിട്ട് ചരിത്രത്തിൽ ഒരിക്കലെങ്കിലും ദീനാറോ ദിർഹമോ ആവുന്ന നാണയം ഫിത്ർ സക്കാത്തായി കൊടുത്ത ചരിത്രം മുസ്ലിം ലോകത്ത് എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിന്റെയും ദീർഘകാലത്തെ തുടർച്ചയായ ചരിത്രത്തിൽ ഒരിക്കൽ പോലും നാണയമായി ഫിത്ർ സക്കാത്ത് നൽകപ്പെട്ടതുകൊണ്ട്, അവരൊക്കെ ഭക്ഷ്യധാന്യമായി നൽകിയത് കൊണ്ടും ഫിത്ർ സക്കാത്ത് എന്ന ഇബാദത്ത് വീടണമെങ്കിൽ അത് ഭക്ഷ്യധാന്യമായി തന്നെ നൽകണം, എങ്കിലേ സക്കാത്ത് വീടുകയുള്ളൂ. ഇത് ഇമാം ഷാഫി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതിന്റെ പുറമെ ഉൽപ്പതിഷ്ണുക്കൾ വലിയ ഇമാമായി പറയുന്ന ഇബ്നു ബാസ് വരെ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നാണയമായി കൊടുത്താൽ ഫിത്ർ സക്കാത്ത് വീടൂല, ധാന്യമായി തന്നെ കൊടുക്കണം. അത് കൊടുക്കാൻ വേണ്ടി മറ്റൊരാളെ വക്കാലത്തേൽപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ വക്കാലത്താക്കേണ്ടത് പൈസ കൊടുക്കാനല്ല, പൈസക്ക് ഭക്ഷ്യധാന്യം കൊടുക്കാനാണ്. ശരി. അപ്പോ വക്കാലത്താക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. പണമായിട്ട് കൊടുത്താൽ സക്കാത്ത് വീടൂല, ധാന്യമായിട്ട് കൊടുക്കേണ്ടതാണ്. ഒരാൾ പറയാണ്, അവകാശികളിൽപ്പെട്ട ഒരാൾ എനിക്ക് പൈസ മതി, അരി വേണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് കൊടുക്കണ്ട, വേറെയുള്ളവർക്ക് കൊടുക്കണം. അങ്ങനെ അരിയേറ്റേ കിട്ടുള്ളൂ നിൽക്കുമ്പോൾ ഒരു അരി വാങ്ങിക്കോളും, ഒരു വിറ്റോട്ടെ, വാങ്ങിയൊരു വിറ്റോട്ടെ, അതുകൊണ്ട് കേടില്ല. കൊടുക്കുന്ന ആള് ധാന്യമായി കൊടുക്കണം. ഇതൊരു ഇബാദത്താണ്. നിങ്ങൾ വിചാരിച്ചേക്ക് ഒരു സാമൂഹ്യ പ്രവർത്തനമല്ല, അല്ലെങ്കിൽ ഒരു റിലീഫ് പ്രവർത്തനമല്ല. അതിനൊക്കെ വേറെ ഒപ്പുണ്ട്. ഇത് ഒരു ഇബാദത്താണ്. ആ ഇബാദത്തിന് അതിൻ്റെതായ ചിട്ടകളും മുറകളുമുണ്ട്. അത് പാലിച്ചെങ്കിലേ ഇബാദത്താവും. ശരിയല്ലേ? എന്തെങ്കിലും കുറെ സക്കാത്ത് എന്ന് പറഞ്ഞതൊരു ഇബാദത്താണ്, അത് കേവലം സാമൂഹ്യ പ്രവർത്തനമാണെങ്കിൽ ഇന്ന് ഈ സക്കാത്തിന്റെ ശൈലി അല്ലല്ലോ വരേണ്ടത്. എന്തൊക്കെ മാറ്റങ്ങൾ അതിൽ വരാം, ഓരോ കാലഘട്ടത്തിനനുസരിച്ചും ഓരോ സാഹചര്യത്തിനനുസരിച്ചും മാറിക്കൊണ്ടിരിക്കുമല്ലോ. പക്ഷെ ഇബാദത്തിന് അതില്ല. ഇബാദത്തിൽ ഇത്തിബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും എങ്ങനെ ചെയ്ത് കാണിച്ചു തന്നോ ആ രീതി പിന്തുടരലാണ് ഇബാദത്ത്. അതേ ഇബാദത്താവും. അതുകൊണ്ട് മുതലിന്റെ സക്കാത്ത് പോലെ തന്നെ ഫിത്ർ സക്കാത്ത് ഒരു ഇബാദത്താണ്. ആ ഇബാദത്തിന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാ കിറാമുകളും കാണിച്ചു തന്ന മാതൃക എന്തോ അത് ചെയ്തെങ്കിലേ ഇബാദത്താവുള്ളൂ. അത് ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഫിത്ർ സക്കാത്തായി പണമായി കൊടുത്ത ചരിത്രരേഖ ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് ധാന്യമായി തന്നെ കൊടുക്കണം. കൊടുക്കാൻ നമുക്ക് ഏൽപ്പിക്കുക, അത് പൈസ അയച്ച് ഏൽപ്പിച്ചിട്ട് അതുകൊണ്ട് വാങ്ങി കൊടുക്കാൻ ഏൽപ്പിക്കുക, അതിന് കേടില്ല. അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഫിത്ർ സക്കാത്ത് വാങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുക, അങ്ങനെ നമ്മൾ സ്വന്തം കാശ് എടുത്തിട്ട് വാങ്ങി കൊടുക്കാം ഒക്കെ ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. അത് വക്കാലത്തിന്റെ ഒപ്പാണ്, അങ്ങനെ ചെയ്യുന്നതിന് തെറ്റില്ല. പക്ഷെ അവിടെയും പൈസ അല്ല കൊടുക്കേണ്ടത് ധാന്യമായിട്ടാണ്. അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഫിത്ർ സക്കാത്തിന്റെ അരി വാരുമ്പോ അതിനുള്ള ഡൗട്ടാണ്. ഒരു വീട്ടില് ആരെങ്കിലും ഒരാളാണല്ലോ അരി വാരുക. അപ്പൊ എങ്ങനെയാണ് ആ വാരുന്ന വ്യക്തി നിയ്യത്ത് വെക്കേണ്ടത്? ഓരോരുത്തരായിട്ട് നിയ്യത്ത് വെക്കണോ, അതോ വാരുമ്പോ എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പം കുടുംബനാഥന്റെ മേലിലാണല്ലോ നിർബന്ധമാകുന്നത് സാധാരണഗതിയിൽ. എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനും അദ്ദേഹത്തിന്റെ ഭാര്യയും സാമ്പത്തികമായി കഴിവില്ലാത്ത മാതാപിതാക്കളുണ്ടെങ്കിൽ അവരും, അതുപോലെ സ്വത്തോ തൊഴിലോ ഇല്ലാത്ത കുട്ടികളും, അവർക്ക് ചെലവ് കൊടുക്കലാണ് ഈ വീട്ടിലെ രക്ഷിതാവിനെ സംബന്ധിച്ച് നിർബന്ധം. ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള ആളിൽ തന്നെയാണ് ഫിത്ർ സക്കാത്തും കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോ വീട്ടിലെ ചെലവ് കൊടുക്കൽ നിർബന്ധമായ രക്ഷിതാവ് എന്റെയും ഞാൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഫിത്ർ സക്കാത്ത് ഞാൻ കൊടുക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുകയാണ് വേണ്ടത്. അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും സാമ്പത്തികമായി കഴിവില്ലെങ്കിലും ഉമ്മവാപ്പമാരുടെ കഴിവുണ്ടെങ്കിൽ അത് അവരുടെ മേലിൽ തന്നെയാണ് നിർബന്ധം, ഇയാളുടെ മേൽ നിർബന്ധമില്ല. അതുപോലെ തന്നെ മക്കള്, പ്രായപൂർത്തിയെത്തിയ മക്കളാണ്, അവർക്ക് ജോലിയുണ്ട്, സാമ്പത്തികമായ ശേഷിയുണ്ട് എങ്കിൽ അവരുടെ സക്കാത്ത് അവർ തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോ സ്വത്തില്ലാത്ത കുട്ടികള്, അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിയെങ്കിൽ പോലും വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടത് കൊണ്ടോ മറ്റോ തൊഴില് എടുക്കാൻ സൗകര്യപ്പെടാത്തതിന്റെ പേരിൽ കഴിവില്ലാത്ത കുട്ടികൾ എന്നിവർക്ക് ചെലവ് കൊടുക്കൽ വാപ്പക്ക് നിർബന്ധമുള്ളതുപോലെ ഫിത്ർ സക്കാത്ത് നിർബന്ധം. അപ്പൊ പ്രായപൂർത്തി എത്തുകയും ജോലിയും ഉണ്ട്, അങ്ങനെ അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിയിട്ടില്ലെങ്കിലും സാമ്പത്തികമായ കഴിവുണ്ട്, അങ്ങനെയുള്ള മക്കളുടെ സക്കാത്ത് അവരിൽ തന്നെ എടുക്കേണ്ടത്. അപ്പോ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആള് സക്കാത്ത് കൊടുക്കുമ്പോൾ ഇത് എന്റെയും ഞാൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഫിത്ർ സക്കാത്താണ് എന്ന് നിയ്യത്ത് ചെയ്താൽ മതി. അത് ഓരോരുത്തർക്കും കൊടുക്കുവാൻ പ്രത്യേകം നിയ്യത്ത് ചെയ്തോളണമെന്നില്ല. എത്ര ആളാണുള്ളത്? ഉദാഹരണം, ഇയാളും അയാളുടെ ഭാര്യയും 2 മക്കളും ഉണ്ട് കുട്ടിക്കോളി, ഇങ്ങനെ 4 ആളെ സക്കാത്തിന് വേണ്ട ഫിത്ർ സക്കാത്തിനുള്ള അരി മാറ്റിവെക്കുന്നു. ഈ മാറ്റി വെക്കുമ്പോ ഇയാൾ നിയ്യത്ത് ചെയ്തു ഇത് എന്റെയും ഭാര്യയുടെയും മക്കളുടെയും ഫിത്ർ സക്കാത്താണ് എന്ന് നിയ്യത്ത് ചെയ്താൽ മതി. ഇനി അത് അവകാശികളിൽപ്പെട്ട ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ പ്രത്യേകം കരുതിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ പിന്നെ മാറ്റിവെക്കുമ്പോൾ കരുതുന്നില്ലെങ്കിൽ കൊടുക്കുമ്പോൾ കരുതണം. ഏതായാലും വാങ്ങുന്നവരോട് അത് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ നിയ്യത്ത് ചെയ്താൽ മതി. എന്റെയും ഞാൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ എന്റെ ഭാര്യ, എന്റെ മക്കള്, ഉമ്മവാപ്പമാര് അങ്ങനത്തെ സാഹചര്യത്തിലുണ്ടെങ്കിൽ അവരുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ആ നിയ്യത്ത് ചെയ്ത് കൊടുക്കണം. അല്ലാതെ നമ്മളിപ്പോ എത്ര കൊടുത്താലും സക്കാത്ത് വീടൂല. നിയ്യത്ത് ഷർത്താണ്. നിയ്യത്ത് ചെയ്തുകൊണ്ട് കൊടുക്കണം, എങ്കിലേ സക്കാത്ത് വീടുള്ളൂ. അത് കൊടുക്കുമ്പോൾ നിയ്യത്ത് ചെയ്യാം, അതല്ലെങ്കിൽ ഒന്നിച്ച് അതിന് വേണ്ടത് മാറ്റി വെക്കുമ്പോൾ നിയ്യത്ത് ചെയ്യാം. ഒരു ഡൗട്ട്, ഉപ്പ ഗൾഫിലാണ്, ഉമ്മ ഉംറക്കും ബൈക്കാണ്. അപ്പോ വലിയ മകനാണ് ഞാൻ പഠിക്കാണ്. അപ്പോ ഉത്തരവാദിത്തം എന്റെ മേലിലാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഉപ്പാക്ക് വേണ്ടിയിട്ടുള്ള കടമ നിർവഹിക്കാം. നിർബന്ധമാകുന്നത് ഉപ്പാന്റെ പേരിൽ തന്നെയാണ്. അപ്പോ വാപ്പ ഏൽപ്പിച്ചത് പ്രകാരം എന്റെ സക്കാത്ത്, അതുപോലെ തന്നെ അനുജന്മാരുടെ സക്കാത്ത്, മറ്റു കുടുംബാംഗങ്ങളുടെ സക്കാത്ത് ഞാൻ കൊടുക്കുന്നു എന്ന് കരുതാം. വാപ്പ ഗൾഫിലായതുകൊണ്ട് അദ്ദേഹത്തിന്റെ സക്കാത്ത് അദ്ദേഹം എവിടെയുള്ളത് വെച്ചാൽ അവിടെ തന്നെ കൊടുക്കണ്ടേ.
ഉമ്മ ഉംറക്ക് പോയതാണ്. ഉമ്മ ഈ പെരുന്നാൾ കാണുന്ന സമയത്ത് എവിടെയുള്ള വെച്ചാൽ അവിടെയാണ് അവരുടേത് കൊടുക്കേണ്ടത്. അതൊന്നും ഇപ്പൊ നിങ്ങളെ ബാധിക്കുന്നില്ല. നിങ്ങളെ ബാധിക്കുന്നത് ഇപ്പൊ നാട്ടിലാണ് നിങ്ങളുള്ളത്. നിങ്ങൾക്കും നിങ്ങൾ വിദ്യാർത്ഥി ആയതുകൊണ്ട് പ്രായപൂർത്തി എത്തിയില്ലെങ്കിലും വാപ്പ തന്നെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ വാപ്പ ഏൽപ്പിച്ചതനുസരിച്ച് നിങ്ങളുടേതും ബാക്കി അവിടെ ഞാനാ കുട്ടികള് അഞ്ചന്മാരോ പെങ്ങന്മാരോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയും സക്കാത്ത് വാപ്പ ഏൽപ്പിച്ചത് പ്രകാരം ഞാൻ കൊടുക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ മതി. വാപ്പാന്റെ വക്കീലായിട്ടാണ് സംഗതി യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോ ഉള്ളത്. വാപ്പാന്റെ വലിയ തന്നെയാണ് ഫർളുള്ളത്. പക്ഷെ വാപ്പ വിദേശത്തായതുകൊണ്ട് നാട്ടിലുള്ള നിങ്ങളുടെ സക്കാത്ത് നിങ്ങൾ നിർവഹിക്കണം. പക്ഷെ ആർക്ക് വേണ്ടിയിട്ടാണ്? വാപ്പക്ക് വേണ്ടിയാണ് നിർവഹിക്കുന്നത്. അപ്പോ വാപ്പ ഏൽപ്പിച്ചതനുസരിച്ച് ഞാൻ കൊടുക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ മതി. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഉസ്താദെ, രണ്ട് ചോദ്യമാണ്. രണ്ടും നമ്മളെ സക്കാത്തിനെ കുറിച്ചുള്ള ചോദ്യം തന്നെയാണ്. റേഡിയോ പ്രേക്ഷകരുടേതാണ്. ഒരു ക്യാമ്പിൽ നിന്ന്, അൽകുംറയിൽ നിന്നൊരു ക്യാമ്പിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഇതിന്റെ മൊബൈലിൽ ഇത് കണക്ട് ചെയ്തിട്ട് സൗണ്ട് ബോക്സിലേക്ക് ഇട്ടിട്ട് ഏകദേശം 25-ലധികം ആളുകൾ ഒരേ സമയം ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ പരിപാടി ഇപ്പോൾ. അപ്പോൾ ആ ചോദ്യം ഞങ്ങളെ സംശയം ചോദിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കുള്ള സംശയമാണ്. അതിന് മറുപടി കിട്ടിയ വളരെ സന്തോഷമായിരുന്നു പറഞ്ഞിട്ടാണ്. അപ്പോൾ അവരത് പറയുന്നത് വലിയ കോമ്പൗണ്ടാണ്, കമ്പനിയുടെ വലിയ കോമ്പൗണ്ടാണ്. അതിൻ്റെ ഉള്ളിലാണ് അവർ താമസിക്കുന്നത്. ആ താമസിക്കുന്ന സ്ഥലത്ത് അവർക്ക് ഫിത്ർ സക്കാത്ത് പുറത്ത് കൊണ്ടുപോയി കൊടുത്താൽ ഈ കറപ്പത്തി പെണ്ണുങ്ങളാണ് ഇപ്പോൾ വാങ്ങാനുള്ളത്, അവർക്ക് കൊടുക്കാനുള്ളത്. കമ്പനി തന്നെ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ഈ തൊട്ടപ്പുറത്തെ അല്ലെങ്കിൽ കമ്പനീന്റെ മറ്റൊരു ഭാഗത്തുള്ള കമ്പനീന്റെ ഉള്ളിൽ തന്നെയുള്ള കോമ്പൗണ്ടിന്റെ ഉള്ളിലുള്ള നമ്മളെ മറ്റുള്ള റൂമുകളിലേക്ക്, സുഹൃത്തുക്കളുടെ റൂമിലേക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പറ്റുമെന്നാണ് അവരുടെ ചോദ്യം. മറ്റൊരാളുടെ ചോദ്യം അതും ഫിത്ർ സക്കാത്തിനെ കുറിച്ച് തന്നെയാണ്. അത് നമ്മൾ ബകാലയിൽ നിന്ന് ഇപ്പോൾ ഫിത്ർ കൊടുക്കാനുള്ള അരി വാങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേന് കർപ്പത്തി പെണ്ണുങ്ങൾ ഇത് ചോദിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുത്താൽ വീടോ എന്നുള്ളതാണ് അവരുടെ സംശയം. ഈ രണ്ടും കമ്പനിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇൻഷാല്ലാഹ് നമ്മുടെ റേഡിയോ വളരെ ശ്രദ്ധയോടുകൂടി 25-ലധികം ആളുകൾ സൗണ്ട് ബോക്സിലേക്ക് ഇട്ടിട്ട് അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചോദ്യത്തിന് മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദിനോട് ഒരു മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കമ്പനിയിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആളുകളിൽ തന്നെ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാവുന്നതാണ്, യാതൊരു കുഴപ്പമില്ല. അത് നമ്മുടെ റൂമിൽ തന്നെ താമസിക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് തന്നെ കൊടുക്കാം. ഒരു പക്ഷേ തീരെ വരുമാനം വളരെ ചുരുങ്ങിയ വരുമാനമാണ്, അതല്ലെങ്കിൽ ഉള്ള വരുമാനം ചെലവിലേക്ക് തികയാത്ത അവസ്ഥയാണ്. ഇത് രണ്ടുമാണ് ഫക്കീറും മിസ്കീനും. അതല്ലെങ്കിൽ വലിയ സംഖ്യ കടമുണ്ട്, തന്റെ വരുമാനവും ചെലവും ഒത്തുപോകുന്നുണ്ടെങ്കിലും കടം വീട്ടാൻ പ്രയാസം അനുഭവപ്പെടുന്നു. ഇങ്ങനെയുള്ളവർക്കൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കാം. അങ്ങനെ സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന 8-ൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടവര് കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് സക്കാത്ത് കൊടുത്താൽ മതി, അതിന് കുഴപ്പമില്ല. അവരത് വാങ്ങിയ ഒരു മെസ്സിൽ ഒന്നിച്ചു വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അത് വാങ്ങിയ ആള് അർഹനായാൽ അയാളുടെ കയ്യിൽ നമ്മുടെ സക്കാത്ത് എത്തലോട് കൂടി നമ്മുടെ ഫിത്ർ സക്കാത്ത് വീടിക്കഴിഞ്ഞു. നമ്മുടെ ഫിത്ർ സക്കാത്ത് വീടിക്കഴിഞ്ഞാൽ പിന്നെ അവര് ആ അരി തന്നെ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ, അയാളെ കയ്യിൽ കിട്ടിയതോടുകൂടി നമ്മളെ സക്കാത്ത് വീടിയല്ലോ. അയാളെ കയ്യിൽ നമ്മുടെ ഈ സക്കാത്ത് കൊടുത്തതോടുകൂടി നമ്മുടെ സക്കാത്ത് വീടി അയാളുടെ ഉടമയിലുള്ള സാധനം ഭക്ഷണമാക്കി ആ ഭക്ഷണം അയാളുടെ തൃപ്തിയോടുകൂടി നമ്മൾ കഴിക്കുന്നെങ്കിൽ നമ്മളെ സക്കാത്തിനെ അത് ബാധിക്കുന്നതല്ല. പക്ഷെ നോക്കേണ്ടത് എന്താണ്, 8 വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഈ വാങ്ങുന്ന ആൾ പെടുവോന്നേ നോക്കേണ്ടതുള്ളൂ. അപ്പോ അവർക്ക് തന്നെ അർഹതപ്പെട്ട കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരോ അല്ലെങ്കിൽ വരവും ചെലവും തമ്മിൽ നോക്കുമ്പം ചെലവിനനുസരിച്ച വരുമാനം ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ അവർക്ക് തന്നെ കൊടുത്താൽ മതി. അതുകൊണ്ട് സക്കാത്ത് വീടും. ഇനി ഈ സാധുക്കളായ കർപ്പന്മാര്, അവര് കറുപ്പവും വെളുപ്പവും ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആളുകൾ സാമ്പത്തികമായി പ്രയാസം അനുഭവപ്പെടുന്നവരാണെങ്കിൽ അത് ഏത് വിഭാഗത്തിൽപ്പെട്ട മുസ്ലിമാണെങ്കിലും അവർക്ക് കൊടുത്താൽ സക്കാത്ത് വീടും. അതിന് അർഹത ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവരിങ്ങനെ കയ്യാട്ടാൻ വന്ന് കുത്തിരിക്കണത്. ഒരുപാട് ആളുകൾ വളരെ കഷ്ടപ്പെടുന്ന, ഇവിടെ വിസയില്ല, ഇക്കാമയില്ല, ഒരു കൃത്യമായ ഒരു ജോലിയില്ല, വല്ല കുമാമ പൊറുക്കിയിട്ട്, ഇവിടെയൊക്കെ നമ്മുടെ നല്ലൊരു ഭാഗമുണ്ട്, ഈ കുമാമ പൊറുക്കിയിട്ട് അതിൽ നല്ല മനുഷ്യരുണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കണം.
അതായത് പലപ്പോഴും സുന്നത്ത് നോമ്പ് പോലും നഷ്ടപ്പെടുത്താതെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ നോമ്പെടുത്തുകൊണ്ട് ഈ കുമാമ ബക്കറ്റിൽ പെപ്സിത്തൊണ്ടും അതുപോലെ തന്നെ കാർബോർഡ് പെട്ടിയും തെരഞ്ഞു നടക്കുന്ന ഈ സ്ത്രീകളെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർ ജീവിക്കാൻ മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ട് ഈ കാർബോർഡിന്റെ പെട്ടി പൊറുക്കിയിട്ടും അതുപോലെ തന്നെ പെപ്സിത്തൊണ്ട് പൊറുക്കിയിട്ടും ആണ് അവർ ജീവിക്കുന്നത്. അപ്പോഴും നടക്കുമ്പോൾ ഇങ്ങനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് നടക്കുക, അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പതിവായി നോമ്പുകൾക്കൊക്കെ ചെയ്യുന്ന നല്ല സ്ത്രീകൾ ആ കൂട്ടത്തിലുണ്ട്. മോശപ്പെട്ടവരുണ്ടായിരിക്കാം, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവര് ബാഹ്യമായി അർഹതപ്പെട്ടവരാണ് എന്ന് നമുക്ക് മിക്കവാറും ധാരണ ഉണ്ടെങ്കിൽ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് കൊടുക്കുക. യഥാർത്ഥത്തിൽ അവർ അവകാശികളല്ലെന്ന് പിന്നീട് ബോധ്യപ്പെട്ടാൽ ഇപ്പൊ നമ്മൾ വർക്കേണ്ടി വരുന്നേ ഉള്ളൂ. അതിപ്പോ അങ്ങനെ നമുക്കിപ്പോ ഇതിപ്പോ അന്വേഷണം നടത്തി അവർ അർഹതപ്പെട്ടവരല്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ ബാഹ്യമായി ഫക്കീറോ മിസ്കീനോ ആണ് എന്ന് മിക്കവാറും ധാരണയുണ്ടെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ടവർക്കൊക്കെ കൊടുത്താൽ സക്കാത്ത് കൂടുന്നതാണ്.